കുമാർ ജയശ്രീ നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടന്ന ആ ദാരുണ മരണത്തിൽ, സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒടുവിൽ CBI അന്വേഷണം നടത്തുവാനുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അല്പസമയം മുമ്പ് ഇക്കാര്യം അറിയിച്ചത്. സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രിയെ ഇന്ന് രാവിലെ നേരിട്ട് കണ്ടിരുന്നു. സിദ്ധാർത്ഥന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കത്തും നൽകിയിരുന്നു. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമായി തന്നെയാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. എന്നാൽ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ CBI അന്വേഷണം നടത്തുവാനായിട്ട് ശുപാർശ ചെയ്യുന്നത് കേരളം. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വടകര തൃശൂർ സീറ്റുകൾ മാറ്റം വന്നതിൽ കോൺഗ്രസിനെതിരെ ചില ആരോപണങ്ങൾ ഇപ്പോൾ CPM ഉന്നയിക്കുകയാണ്. അതേസമയം BJP ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു. പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നതിന് പിന്നാലെ BJP ഇപ്പോൾ K. കരുണാകരന്റെ പേര് സ്വന്തമാക്കുവാനുള്ള ശ്രമവും നടത്തുന്നു. ഇതേക്കുറിച്ചുള്ള പരസ്യ പ്രതികരണം BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് നടത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള വിശദമായ വാർത്തകളുമുണ്ട്. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം. നേരിൽ കണ്ടുള്ള കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ച് മുഖ്യമന്ത്രി. പോലീസ് നന്നായി അന്വേഷിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിന്റെ വികാരം മാനിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ സംഘടനകളുടെ നിരാഹാരം അവസാനിച്ചു. വാക്കു പാലിച്ചില്ലെങ്കിൽ ഇതിലും വലിയ സമരമെന്ന് സതീശൻ. പത്മജയെ കൊണ്ടുവന്നതിന് പിന്നാലെ K. കരുണാകരനെ സ്വന്തമാക്കാൻ BJP. മുരളിയുടെ മാത്രം പിതാവല്ലെന്ന് MD രമേശ്. കരുണാകരൻ പൊതുസ്വത്തെന്ന് കുമ്മനം. BJPയുടെ പ്രതികരണം. മോദിക്കൊപ്പം കരുണാകരന്റെ പടം വെച്ചത് കോൺഗ്രസ് കീറിയതിന് പിന്നാലെ. പത്മജ വേണുഗോപാലിനെ BJPയിൽ എത്തിച്ചത് IPS-കാരൻ ലോക്നാഥ് ബെഹ്റയെന്ന് തുറന്നു പറഞ്ഞ് K. മുരളീധരൻ. ബെഹ്റയ്ക്ക് കുടുംബവുമായി വർഷങ്ങളായുള്ള ബന്ധം. CPM BJP ബന്ധം ചർച്ചയാക്കാൻ ബെഹ്റയുടെ പങ്ക് ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ്. മുരളീധരന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. വടകര തൃശൂർ മാറ്റം BJPയുടെ നിയമസഭയിലെ പൂട്ടിയ അക്കൗണ്ട് തുറപ്പിക്കാനെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് ഗുണമാക്കാനുള്ള നീക്കമെന്ന് രാജേഷ്. KCയെ മത്സരിപ്പിക്കുന്നത് രാജസ്ഥാനിൽ BJPക്ക് രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കാനെന്നും രാജേഷ്. വടകരയിലും ആലപ്പുഴയിലും CPM തോൽവി സമ്മതിച്ചതിന് തുല്യമെന്ന് കോൺഗ്രസ്. വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ സമസ്ത. മുഖ്യമന്ത്രിയുടേത് മുസ്ലിം ചാപ്പ കുത്തുന്ന സംഘപരിവാർ രീതിയെന്ന് സമസ്ത മുഖപത്രം. ഏതെങ്കിലും മതവിഭാഗത്തെ മോശമാക്കുന്ന നിലപാടല്ലെന്ന് മുഹമ്മദ് റിയാസ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷിക്കാൻ തീരുമാനമായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയായിരുന്നു. ഇതേ ആവശ്യം സിദ്ധാർത്ഥന്റെ കുടുംബം പലതവണ ആവശ്യപ്പെട്ടതാണ്. ഇന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിക്ക് സിദ്ധാർത്ഥന്റെ അമ്മ കത്തും നൽകിയിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്പസമയം മുമ്പ് CBI അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചതായി അറിയിച്ചത്. CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഇനി CBI അന്വേഷണം ഏറ്റെടുക്കുമോ എന്ന കാര്യം അറിയിക്കാൻ ബാക്കി കിടക്കുകയാണ്. എന്തായാലും പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നടന്ന ഈ ദാരുണ സംഭവത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും പോലീസ് അന്വേഷണത്തിനെതിരെ ശക്തമായ വിമർശനം സിദ്ധാർത്ഥന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളും ഉന്നയിക്കുന്നതിനിടെയാണ് CBI അന്വേഷണം നടത്തുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ആദ്യം VV അരുൺ നൽകും. സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമെന്ന നിലപാടിലാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കണ്ട ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമില്ല, CBI അന്വേഷണം വേണമെന്ന ആവശ്യം സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ വച്ചത്. എന്തുകൊണ്ടാണ് അത്തരമൊരു സംശയമുള്ളത് എന്ന ചോദ്യം മുഖ്യമന്ത്രി ജയപ്രകാശിനോട് ചോദിച്ചു. അദ്ദേഹം കാര്യകാരണങ്ങൾ വിശദീകരിച്ചു. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തും, എന്തുകൊണ്ട് ഇതൊരു കൊലപാതകം വിശ്വസിക്കുന്നു, അതിന്റെ കാരണങ്ങൾ, തെളിവുകൾ എന്നൊക്കെ വ്യക്തമാക്കുന്ന കത്തും മുഖ്യമന്ത്രിക്ക് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കൈമാറി. തുടർന്നാണ് CBI അന്വേഷണം തയ്യാറെന്ന നിലപാട് മുഖ്യമന്ത്രി ജയപ്രകാശിനെ അറിയിച്ചത്. എന്നോടിപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു, ഓക്കെ CBI അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് CBI അന്വേഷണത്തിന് വിടാം. പുള്ളി അത് നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. പുള്ളി എന്നോട് ഉറപ്പ് പറഞ്ഞു CBI അന്വേഷണം തന്നെ വിടാം എന്ന് പറഞ്ഞു. പുള്ളി അത് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, നോക്കട്ടെ ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല.
ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന നിലപാടും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അക്ഷയ്, അതുപോലെ തന്നെ റോഹൻ തുടങ്ങിയ നെടുമങ്ങാട് സ്വദേശി റോഹൻ തുടങ്ങിയവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ആന്റി റാഗിംഗ് സെല്ലിന്റെ അന്വേഷണത്തിലുള്ള പേരുകൾ പോലും ചില പേരുകൾ പോലീസിന്റെ പ്രതിപട്ടികയില്ല. അതെന്തുകൊണ്ടെന്ന ചോദ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡൽഹിയിലുള്ള ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ട് ഡീനിന് കൊടുത്ത റിപ്പോർട്ടാണ്. ആരൊക്കെ ഇപ്പൊ പുതിയതായിട്ട് ഒരു പ്രതിയും കൂടെ അതിൽ വന്നിട്ടുണ്ട്. ആ പ്രതി ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. ദേവരാജ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവന്റെ പേര് ഇപ്പൊ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട്. ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിൽ അത് പോലീസ് റിപ്പോർട്ട് ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല അല്ലെങ്കിൽ CBI അന്വേഷണം ഏർപ്പെടുത്തില്ലെങ്കിൽ തന്റെ കുടുംബം തന്നെ നേരിട്ട് സമരത്തിനിറങ്ങും. അതിൽ മറ്റാരും ഇനി അക്കാര്യത്തിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടേണ്ട എന്ന ഒരു അഭിപ്രായം കൂടി സിദ്ധാർത്ഥിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും സിദ്ധാർത്ഥന്റെ മരണം വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്ന ആശങ്ക ഇന്നലെ ഇടതുമുന്നണി യോഗത്തിലും ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാകണമെന്ന ആവശ്യവും ഇടതുമുന്നണി യോഗത്തിൽ RJD അടക്കമുള്ള കക്ഷികൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് സർക്കാർ ഇത്തരമൊരു രാഷ്ട്രീയ തിരിച്ചടി മറികടക്കാൻ കൂടിയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം എന്താണോ, ഏത് അന്വേഷണമാണോ അതിന് തയ്യാറാകുമെന്ന നിലപാടെടുത്തത്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് തയ്യാറെന്ന മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചത്. വൈകാതെ ഈ കേസ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങും. വലിയൊരു സമ്മർദ്ദമുണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വന്നിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രിയിൽ നിന്ന് ഇങ്ങനെയൊരു ഉറപ്പ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് കിട്ടിയതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ജെബി മേത്തറും അലോഷ്യസ് സേവ്യറും നടത്തിവന്ന സമരം അവസാനിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയാണ് ഇങ്ങനെയുള്ള സമരം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനം എടുത്തതും സമരം അവസാനിപ്പിച്ചുകൊണ്ട് നാരങ്ങാനീര് നൽകിയതും. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അന്വേഷണം CBIയെ കൊണ്ട് നടത്തിക്കാമെന്ന ഉറപ്പ് വാങ്ങി തിരികെ ഇറങ്ങുന്നതിനിടയിലാണ് പ്രതിപക്ഷ യുവജന സംഘടനകളോട് നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചത്. ദയവായി നിങ്ങൾ അവരോട് ചെന്ന് പറയാ, എന്റെ ഒരു അപേക്ഷയായിട്ട് സത്യാഗ്രഹം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അവസാനിപ്പിച്ചിട്ട് അവർ അർജന്റായിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോകണം, ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടണം. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും MM ഹസനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സമരപന്തലിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ആ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷ നേതാവ് തന്നെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോടും അതോടൊപ്പം തന്നെ അലോഷ്യസ് സേവ്യറിനോടും ജെബി മേത്തറിനോടും അഭ്യർത്ഥിച്ചത്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ അവർക്ക് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ നിരാഹാര സമരത്തിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി CBI അന്വേഷണം നടത്താൻ അംഗീകരിച്ചത് എന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടായതാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അവർക്ക് CBI അന്വേഷണം ഉറപ്പുകൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ പിതാവ് ഇവരോട് ഇവരുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് ഈ അന്വേഷണത്തിന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ മൂന്നുപേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവര് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും അവസാനം CBI അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. അതേസമയം ഉറപ്പ് പാലിക്കാത്ത ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ ശക്തമായ സമരവുമായി വീണ്ടും യുവജന സംഘടനകൾ രംഗത്ത് വരുമെന്നും വിവേകിന്റെയും VDയുടെയും പിതാവ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി ആ മാതാപിതാക്കളെ കാണാനും ആശ്വസിപ്പിക്കാനും തയ്യാറാകണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും നിരാഹാര സമരത്തിന് 6 ദിവസമായി നേതൃത്വം നൽകുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. പിണറായി വിജയനോട് ആകെ ബഹുമാനമുള്ളത് പിണറായി വിജയൻ എന്ന പിതാവിന്റെ കാര്യത്തിലാണ്. ശ്രീമതി വീണയുടെയും വിവേകിന്റെയും പിതാവ് എന്ന നിലയിൽ എത്ര വഴിവിട്ട മാർഗത്തിലൂടെയും തന്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പിതാവ് എന്ന രീതിയിൽ വേണം ആ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിനെ വായിക്കാൻ. വായിച്ചതിന് ശേഷം അദ്ദേഹം ഉറപ്പുവരുത്തണം, കേരളത്തിൽ ഇനി ഒരിക്കൽ പോലും ഒരു സിദ്ധാർത്ഥൻ കൂടി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ല, വീണയുടെയും വിവേകിന്റെയും പിതാവായ പിണറായി വിജയനോടുള്ള എളിയ അഭ്യർത്ഥന.
വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമരം അവസാനിപ്പിക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരാഹാര സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസും KSUവും യൂത്ത് കോൺഗ്രസും സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകാനിടയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരുക്കിയിരുന്നു. അതിനിടയിലാണ് നാടകീയമായി സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വവും യുവജന സംഘടനാ നേതൃത്വവും എത്തിച്ചേർന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കും. അതോടൊപ്പം തന്നെ പുതിയൊരു വിവാദം കൂടി വരികയാണ് ഇതേ സംഭവത്തിൽ. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ ഉള്ളത്. പോലീസ് പ്രതി ചേർത്ത 18 പേർ മാത്രമല്ല, അതിൽ കൂടുതൽ പേരുടെ പങ്കാളിത്തം ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായ ഒരാളാണ് അക്ഷയ് എന്ന വിദ്യാർത്ഥി. അക്ഷയ് എന്ന വിദ്യാർത്ഥിക്കെതിരെ SFIയുടെ ഭാരവാഹി കൂടിയാണ്, സിദ്ധാർത്ഥന്റെ സഹപാഠിയായിരുന്നു. അക്ഷയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് രാവിലെയും സിദ്ധാർത്ഥന്റെ പിതാവ് ഉന്നയിച്ചത്. അക്ഷയെ മാപ്പുസാക്ഷിയാക്കി രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അക്ഷയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു പോലീസ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിൻസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജിൻസ്, ഈ അക്ഷയെക്കുറിച്ചുള്ള വലിയ വിവാദം ഉണ്ടാകുന്നുണ്ടല്ലോ. സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് അതൊരു ശരിയായ കാര്യമായിട്ട് അവർക്ക് ബോധ്യവുമുണ്ട്, അക്ഷയിന്റെ പങ്കാളിത്തം ഉണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ എന്ന്. പക്ഷേ പോലീസ് എന്താണിപ്പോൾ ശ്രമിക്കുന്നത്? അക്ഷയെ പ്രതി ചേർക്കുവാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? മൊഴിയെടുത്തിരുന്നോ പോലീസ്? മഞ്ജുഷ്, സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ ഇടുക്കി സ്വദേശിയായിട്ടുള്ള അക്ഷയുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. SFI ഭാരവാഹിയും അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ സഹപാഠിയും കൂടിയാണ് ഈ അക്ഷയ്. ഈ അക്ഷയ്ക്കെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം നേരത്തെ രംഗത്ത് വന്നിരുന്നു. അക്ഷയ്ക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ബന്ധമുണ്ട് എന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഈ മൊഴിയെടുത്ത സമയത്ത് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത് നേരിൽ കണ്ടു എന്നാണ് അക്ഷയ് പോലീസിന് നൽകിയ മൊഴി. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും 31 പേരെ പുറത്താക്കിയിരുന്നു. ഈ 31 പേരിൽ അക്ഷയ് ഉൾപ്പെട്ടിരുന്നു. പക്ഷേ പോലീസിൽ ആദ്യം കണ്ടെത്തിയ 18 പ്രതികളിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഈ കുടുംബം ഈ അക്ഷയ്ക്കെതിരെ രംഗത്ത് വന്നത്. എന്തായാലും അക്ഷയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കേസിൽ മുഖ്യ പ്രതികളാണെന്ന് പോലീസ് കണ്ടെത്തിയ സിൻജോ ജോൺസണും അതുപോലെ തന്നെ RS കാശിനാഥനും അമീൻ അക്ബർ അലിയും K അരുൺ, അമൽ ഇഖാൻ എന്നിവരെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അറിയുന്നത്. 18 പ്രതികളുടെയും ഫോണും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഈ മർദ്ദനമേറ്റതിന്റെ ദൃശ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകാനാണ് നിലവിൽ പോലീസ് ഒരുങ്ങുന്നത്. അതേസമയം തന്നെ ഈ കൊലപാതക സാധ്യത കൂടി കുടുംബത്തിന്റെ ആരോപണത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായേക്കും. ഈ കൊലപാതക സാധ്യതയെക്കുറിച്ച് ആഴത്തിൽ അന്വേഷണം നടത്തുമെന്നായിരുന്നു നേരത്തെ പോലീസ് അറിയിച്ചിരുന്നത്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. വിദ്യാർത്ഥികളായ കോഴിക്കോട് സ്വദേശി വാഫിഫ് അതുപോലെ തന്നെ ആലപ്പുഴ സ്വദേശി അബി എന്നിവരാണ് പിടിയിലായത്. ഇതോടുകൂടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. ഈ മർദ്ദനത്തിനും ഗൂഢാലോചനയ്ക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് അറിഞ്ഞ പ്രതികളെയാണ് നിലവിൽ 2 പേരെയും കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു അറസ്റ്റ് പ്രതിപട്ടിക ഉയർന്നേക്കും എന്നുള്ള കാര്യം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2 പ്രതികൾ കൂടി ഇതിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിപട്ടിക ഉയർന്നേക്കാൻ സാധ്യതയുണ്ട്. മഞ്ജുഷ്, ശരി ജിൻസ്, എന്തായാലും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ആ റിപ്പോർട്ടിലുള്ള കൂടുതൽ പേർ കൂടി പ്രതിയാകുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇപ്പോൾ 2 പേർ കൂടി, വഫീസ്, അഭി, ഇങ്ങനെ 2 പേർ കൂടി പിടിയിലായിരിക്കുന്നത്. അതേസമയത്ത് തന്നെയാണ് അക്ഷയ് എന്ന വിദ്യാർത്ഥിയെ പ്രതി ചേർക്കണം എന്ന ആവശ്യം സിദ്ധാർത്ഥിന്റെ കുടുംബം ശക്തമായി ഉന്നയിക്കുന്നത്. പകൽ വാർത്തയിൽ ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലീഡർ കെ കരുണാകരനെ സ്വന്തമാക്കുവാനുള്ള BJPയുടെ നീക്കമാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കെ കരുണാകരന്റെ പടവും വെച്ച ബാനർ BJP ഉയർത്തിയത്. പക്ഷേ ഇങ്ങനെയൊരു ബോർഡ്
കോൺഗ്രസിന്റെ പ്രവർത്തകർ കീറിക്കളഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ കെ കരുണാകരനെ സ്വന്തമാക്കുന്നു BJP എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കെ കരുണാകരനെ പുകഴ്ത്തുകയാണ് BJPയുടെ നേതാക്കൾ. നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, കേരളം കണ്ട മികച്ച ഭരണാധികാരിയായിരുന്നു, മികച്ച മുഖ്യമന്ത്രിയായിരുന്നു ലീഡർ എന്ന്. ഇപ്പോൾ കുമ്മനം രാജശേഖരനും MD രമേശും സമാനമായ പ്രതികരണം ഇന്ന് നടത്തിയിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡറെ സ്വന്തമാക്കുകയാണ് BJP പത്മജ വേണുഗോപാലിന് പിന്നാലെ. അങ്ങനെ മരണശേഷം ഇപ്പോൾ ലീഡർ കെ കരുണാകരൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി വന്നിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുവാനാണ് BJPയുടെ നീക്കം. കെ കരുണാകരൻ എന്ന് പറയുന്നത്, ലീഡർ കെ കരുണാകരൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതു സ്വത്താണെന്നും വേറെ ആരുടെയും ഒരാളുടെ മാത്രം സ്വന്തമല്ല എന്നുമാണ് കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ. നന്മ ചെയ്ത കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഏത് രാഷ്ട്രീയക്കാരനാണ്? അദ്ദേഹം ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്നയാളാണ്. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം ഒരു നാട്ടിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്താർത്ഥം? ഭാരതീയ ജനതാ പാർട്ടി ഒരു ഭാവാത്മക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയാണ്. അല്ലാതെ എന്നും എല്ലാവരോടും വെറുപ്പും പകയും മത്സരവും അല്ല. ഇൻക്ലൂസീവാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഉള്ള ശേഷിയും കഴിവും മനോഭാവമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കെ കരുണാകരനെ ഇനിയും ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുമല്ലോ. കാരണം എന്ന് വെച്ചാൽ നന്മ ചെയ്തിട്ടുള്ള എത്രയോ ആളുകളെ ഉൾക്കൊള്ളുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ടെന്ന് കരുതി അവരാരെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കാറില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ശത്രുവാകണമെന്നില്ലല്ലോ. അവരെ എന്നും മാറ്റി നിർത്തലല്ലോ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, വ്യക്തിത്വം ഉണ്ടെങ്കിൽ അവരെയൊക്കെ അംഗീകരിക്കുന്നതിൽ തെറ്റെന്താ? കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹമേ BJPയിൽ ചേരുമായിരുന്നു. കാരണം രാജ്യത്തിലെ കോൺഗ്രസ് നേതൃത്വം കെ കരുണാകരനോട് കാണിച്ചിട്ടുള്ള രീതി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കിങ് മേക്കറായിട്ട് അറിയപ്പെട്ടിരുന്ന കെ കരുണാകരൻ അവസാന കാലത്ത് കോൺഗ്രസിനകത്ത് ഒറ്റപ്പെട്ടു പോയത് നാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം വളർത്തി വലുതാക്കിയിട്ടുള്ള നേതാക്കന്മാർ അവർ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള ചതി കേരളം കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നന്ദികേട് അതിനിരയായിട്ടുള്ള വ്യക്തി ശ്രീ കെ കരുണാകരനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മജ വേണുഗോപാലിന്റെ കൂടെ BJPയിലേക്ക് അദ്ദേഹവും വരുമായിരുന്നു. കെ കരുണാകരന്റെ പൈതൃകവും പിതൃത്വവും ഒക്കെ മുരളീധരനും പത്മജയ്ക്കും എല്ലാം ഒരുപോലെയാണ്. സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാലൻ BJPയിലേക്ക് വരുമ്പോൾ കരുണാകരന്റെ പൈതൃകത്തിന്റെ ഒരു ഭാഗം BJPയിലേക്ക് കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ചിത്രങ്ങളൊക്കെ ഉപയോഗിക്കും പത്മജയുള്ള സ്ഥലങ്ങളിൽ. പത്മജ വേണുഗോപാൽ ആ ചിത്രം ഉപയോഗിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. കാരണം പത്മജ വേണുഗോപാലിന്റെ പിതാവാണ്. പിതാവ് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാൽ അവർ പോകുന്നിടത്തെല്ലാം അവരുടെ അച്ഛന്റെ പിതാവിന്റെ പേര് പറയും. പിതാവ് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ പറയും. അതിപ്പോ ആർക്കും അവരെ തടയാനൊന്നും സാധിക്കില്ലല്ലോ. സ്വാഭാവികമാണ്. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ നാളെ BJP ആകില്ല എന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി? ഈ ചോദ്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്? കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ആന്റി ലെഫ്റ്റ് രാഷ്ട്രീയം മാത്രമാണ് കുത്തിവെക്കുന്നത്. ആന്റി BJP ഒരു അക്ഷരം ഉണ്ടെന്നുണ്ടോ? BJPയുടെ രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പത്മജമാരൊക്കെ ഉണ്ടാവുന്നത്. ദൗർഭാഗ്യകരമായ കാര്യമാണ്. കെ കരുണാകരനെ പുകഴ്ത്തുവാൻ മത്സരിക്കുകയാണ് ഇപ്പോൾ BJPയുടെ സമുന്നത നേതാക്കൾ പോലും. അങ്ങനെ കെ കരുണാകരനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമം BJP നടത്തുകയാണ്. പത്മജ വേണുഗോപാലിനൊപ്പം കെ കരുണാകരൻ കൂടി വരുന്നതിൽ, കെ കരുണാകരന്റെ ആ ഒരു ലെഗസി അതുകൂടി വരുന്നതിൽ എന്ത് തെറ്റാണ്? ഇതാണ് BJP നേതാക്കൾ ചോദിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, കഴിഞ്ഞ ദിവസം കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാലിന്റെയും കെ കരുണാകരന്റെയും ചിത്രം ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് പക്ഷേ കോൺഗ്രസിന്റെ പ്രവർത്തകർ കീറിക്കളയുകയായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ കീറിക്കളയുവാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി BJP നേതാക്കൾ നൽകുന്നുണ്ട്. ഇങ്ങനെയൊരു ചിത്രം ഉപയോഗിക്കുന്നതിൽ, ലീഡറുടെ ചിത്രം ഉപയോഗിക്കുന്നതിൽ എന്ത് തെറ്റാണെന്ന് BJPയുടെ നേതാക്കൾ ചോദിക്കുന്നു. MD രമേശ് അത് വ്യക്തമാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ ആ ബോർഡുകൾ കീറിക്കളഞ്ഞതിന് പിന്നാലെയാണ് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അങ്ങനെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വരുന്നതോടുകൂടി ലീഡർ കെ കരുണാകരന്റെ ലെഗസി അതുകൂടെ ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ദൃശ്യമാണിത്. കെ കരുണാകരന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചിത്രങ്ങൾ ഒരുമിച്ച് വെച്ച ബോർഡ്
കോൺഗ്രസ് പ്രവർത്തകർ കീറുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു ഇത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. അനീഷ്, എന്തായാലും ഇത്തരം ദൃശ്യം ആവർത്തിക്കുവാൻ സമ്മതിക്കുകയില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ ഇപ്പോൾ BJP നേതാക്കളുടെ പരസ്യമായ ഒരു പ്രതികരണം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിട്ട് കെ കരുണാകരന്റെ ചിത്രമുള്ള ബോർഡുകൾ BJP സ്ഥാനാർത്ഥികൾക്കൊപ്പം കാണും എന്നതിന്റെ സൂചനയല്ലേ ഇത്? തീർച്ചയായും മഞ്ജുഷ്, കൗതുകകരമായ ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഉയർന്നു വരുന്നത്. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്ന കെ കരുണാകരനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP സ്വന്തമാക്കുന്ന കാഴ്ച, മകൾ പത്മജ BJPയിലേക്ക് എത്തുമ്പോൾ അവർ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളിൽ അവരുടെ പിതാവിനെ കൂടി ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്, അത്തരത്തിൽ ഉപയോഗിക്കും എന്ന് തന്നെയാണ് BJP നേതാക്കൾ പറയുന്നത്. കാരണം ഈ പൈതൃകം എന്നത് ഒരാൾക്ക് മാത്രം അർഹതപ്പെട്ടതല്ല. മുരളിക്ക് അവകാശപ്പെടാൻ കഴിയുന്ന അതേ പൈതൃകം പത്മജയ്ക്കും ഉണ്ട് എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ഒരു പക്ഷേ കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ BJPയിൽ ചേർന്നതിന് എന്ന് പോലും പറഞ്ഞു വയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ഈ നെഹ്റു കുടുംബത്തിനപ്പുറമുള്ള നേതാക്കളെ, പല കോൺഗ്രസ് നേതാക്കളെയും പിന്നീട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പാരമ്പര്യം BJP കാണിക്കുന്നുണ്ട്. അവർ തന്നെ ചോദിക്കുന്നു, വല്ലഭായ് പട്ടേലിനെ ഉയർത്തിക്കൊണ്ടുവന്ന് തങ്ങളല്ലേ, ചരൺ സിംഗിനെ കൊണ്ടുവന്നില്ലേ, നരസിംഹറാവുവിന് ഭാരതരത്ന നൽകിയതുപോലും BJP സർക്കാരിലെ എന്ന ചോദ്യം ചോദിക്കുന്നു. ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ട് വരാൻ BJP ഒരുങ്ങുന്ന ആളുകളിൽ ഒരാൾ കേരളത്തിൽ നിന്നുള്ള കെ കരുണാകരൻ തന്നെയാണ് എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ അടക്കമുള്ള ഇടങ്ങളിൽ പത്മജ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ഉറപ്പായും നരേന്ദ്രമോദിയുടെ ചിത്രത്തിനൊപ്പം കെ കരുണാകരനും ഉണ്ടാകുമെന്നുറപ്പാണ്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ പ്രതിഷേധത്തിലേക്കും പരസ്പരമുള്ള വിഴുപ്പലത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീക്കുകയും ചെയ്യും. എന്തായാലും വളരെ രസകരമായ ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് ഈ പത്മജയുടെ BJP പ്രവേശനത്തിന്. ശരിയാണ് MS അനീഷ് കുമാർ, രസകരമായ ഒരു കാര്യം കൂടിയാണിത്. കെ കരുണാകരനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി BJPയും മത്സരിക്കുകയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് കൗതുകകരമായി കാത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വടകര തൃശൂർ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റിയതും TN പ്രതാപനെ ഒഴിവാക്കിയതും പാലക്കാടിന്റെ MLA ആയ ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കുന്നതും? ഇതേക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും രസകരമായ, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രതികരണം വന്നത് മന്ത്രി എം ബി രാജേഷിന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതേക്കുറിച്ച് ഇടുകയും ചെയ്തു. അതിൽ ഈ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുവാനുള്ള സാധ്യത കൂടി അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ ഇപ്പോൾ MLA ആണ്. അപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ BJPക്ക് സാധ്യതയുണ്ടാകും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. അതായത് ഒരു പാലക്കാടൻ പാക്കേജാണ് അവിടെ നടപ്പാക്കുന്നത്. അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ MB രാജേഷ് പറയുന്നത്. പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ചിലർ MB രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിക്കുന്നു. അതേസമയം വടകരയിലും അതുപോലെ തന്നെ തൃശ്ശൂരിലും തോൽവി ഉറപ്പിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. തൃശ്ശൂരിലല്ല, ആലപ്പുഴയിലെ ഒരു കാര്യം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ MB രാജേഷ് പറയുന്നുണ്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നത് വഴി രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റ്, രാജസ്ഥാനിൽ നിലവിലുള്ള രാജ്യസഭാ MP ആണ് KC വേണുഗോപാൽ. ആ രാജ്യസഭാ സീറ്റ് ഇനി അവിടെ ഒരു ഒഴിവ് വരുമ്പോൾ BJPക്കാണ് ഇപ്പോഴത്തെ അംഗനില വെച്ച് കിട്ടാൻ പോകുന്നത്. അങ്ങനെ BJPക്ക് രാജസ്ഥാനിലെ ആ രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു പാക്കേജ് എന്ന് കൂടി MB രാജേഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ, അതൊരു വിശാലമായ ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ പാലക്കാട് എങ്ങനെയാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചത്, അവിടെ BJPയുടെ ഈ ശ്രീധരനെതിരെ കഷ്ടിച്ചാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. അതിൽ ഇടത് മതേതര വോട്ടുകൾ കൂടി ഉണ്ട്. ശ്രീധരൻ BJP സ്ഥാനാർത്ഥിയായി അവിടെ ജയിക്കരുത് എന്ന് ആഗ്രഹിച്ചവർ ഷാഫി പറമ്പിൽ നോട്ട് ചെയ്തു എന്ന കാര്യം കൂടി MB രാജേഷ് ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ വരികയാണ്. MB രാജേഷിനെതിരെയും പ്രതികരണമുണ്ട്. അദ്ദേഹം ആലപ്പുഴയിലെയും വടകരയിലെയും തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് എന്നുകൂടി കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് ചില കമന്റുകൾ ഇതോടൊപ്പം വരുന്നുണ്ട്. എന്തായാലും ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ് MB രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതോടൊപ്പം തന്നെയാണ് പ്രകാശ് ജാവദേക്കർ തിരിച്ചൊരു ആരോപണം ഉന്നയിച്ചത്. LDFും UDFും തമ്മിലുള്ള ധാരണയാണ് വടകരയിലും തൃശ്ശൂരിലും പ്രതിഫലിക്കുന്നത് എന്നാണ് BJP ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ആദ്യം MB രാജേഷുമായി BV വിനോദ് നടത്തിയ വിനേഷ് കുമാർ സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി വിനേഷ് കുമാർ സംസാരിച്ചിരുന്നു. MB രാജേഷിന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കാം.
നമ്മുടെ കൂടെ ഇപ്പോൾ മന്ത്രി MB രാജേഷാണ് ഉള്ളത്. എന്തായാലും നമുക്ക് വടകരയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഈ വടകരയിൽ ഒരു കോലീബി സഖ്യം എന്നുള്ള രീതിയിലാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ വസ്തുത എത്രത്തോളമാണ്? വടകര മാത്രമല്ല, വടകര ആലപ്പുഴ ഒരു പാക്കേജ് ആണ്. അത് കേരളത്തിൽ വ്യാപകമായി ഒരു കോലീബി സഖ്യത്തിനുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസ് BJP സഖ്യത്തിനുള്ള ഒരു അജണ്ടയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ UDF കഷ്ടിച്ച് ജയിച്ച ഒരു സീറ്റാണ് പാലക്കാട് അസംബ്ലി സീറ്റ്. അവിടെ BJP ആണ് 2ാം സ്ഥാനത്ത് വന്നത്. അത്തരമൊരു സീറ്റിലെ സിറ്റിംഗ് MLA വടകരയിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? വടകരയിൽ ഞങ്ങളെ സഹായിച്ചാൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലും പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അക്കൗണ്ട് തുറക്കാൻ അസംബ്ലിയിലും ഞങ്ങൾ തിരിച്ചു സഹായിക്കാം എന്നതാണ്. സാധാരണഗതിയിൽ ഇത്ര കടുത്ത മത്സരം നടന്ന, നേരിയ വ്യത്യാസത്തിൽ ജയിച്ച ഒരു മണ്ഡലത്തിൽ അവിടെ നിന്നുള്ള സിറ്റിംഗ് MLA കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു. അപ്പം അത് വലിയൊരു അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഈ പാക്കേജ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നതോ? രാജ്യസഭയിലെ സീറ്റ് അദ്ദേഹത്തിന് ജയിച്ചാൽ ഉപേക്ഷിക്കേണ്ടി വരും. അദ്ദേഹം രാജിവെച്ചാൽ ജയിക്കുന്നതാരാ? BJP ആണ്. BJP ജയിച്ചാൽ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷമാണ്. അപ്പം BJPയെ സഹായിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്താണ് ഇവിടെ വന്ന് മത്സരിക്കുന്നതിന്റെ ഉദ്ദേശം? അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി അറിവോടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒന്നാണ് ഈ ആലപ്പുഴയിലും പാലക്കാട്ടും വടകരയിലുമൊക്കെ BJP വോട്ടുകൾ വാങ്ങാൻ ഉള്ള, അല്ല, ആലപ്പുഴയിലും വടകരയിലും BJP വോട്ടുകൾ വാങ്ങുക, പാലക്കാട്ട് BJP തിരിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപജാപം ഇത് നടന്നതായിട്ടുള്ള സംശയം. ഈ ബേപ്പൂരൊക്കെ മുമ്പും ഇതേപോലെ തന്നെ ഈ കോലീബി സഖ്യത്തിനെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായതാണ്. ഇപ്പോൾ നമുക്കറിയാം, കോഴിക്കോട് വലിയ ചർച്ചയായിരുന്നു. വടകര പോലുള്ള ഒരു സ്ഥലത്ത്, ശക്തമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലത്ത് മുരളീധരൻ മാറുമ്പോൾ അത്രത്തോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരണം എന്നുള്ളത് കൊണ്ടാണ് ഷാഫിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് UDF പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, പാലക്കാട്ട് BJPയും UDFും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമാണ് നിൽക്കുന്നത്. അത്തരമൊരു സ്ഥലത്തെ സ്ഥാനാർത്ഥിയെ എന്തിനും അവിടെ കൊണ്ടുപോയി നിർത്തും? ശക്തരായ സ്ഥാനാർത്ഥി വേറെ ഉണ്ടല്ലോ, UDFന് നിർത്താമല്ലോ. കൊണ്ടുപോയി നിർത്തുമ്പോൾ അതെന്താണ് ഉദ്ദേശം? നിങ്ങൾക്കിതാ LDF പൂട്ടിച്ച അക്കൗണ്ട് തുറക്കാൻ ഞങ്ങളൊരു സഹായം തരാം എന്ന മെസ്സേജാണ് BJPക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. ആ മെസ്സേജാണ്. പാലക്കാട് അങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വാധീനം കൂടുതൽ അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ഒരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പഴയ വടകര ബേപ്പൂർ മോഡലിന് സംഭവിച്ചത് എന്താണോ അത് ഇവിടെയും സംഭവിക്കും. ആളുകൾക്ക് അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും. UDF വടകരയിലേക്ക് അയച്ച സ്ഥാനാർത്ഥിയെ വടകരക്കാർ സുരക്ഷിതമായി തിരിച്ച് പാലക്കാട്ടെത്തിക്കും. അപ്പോൾ മട്ടന്നൂരാണോ അതോ പിന്നെ പാലക്കാടാണോ ബൈ ഇലക്ഷൻ നടക്കുക? ഞാനതാ പറഞ്ഞത്, UDF വടകരയിലേക്ക് അയച്ച സ്ഥാനാർത്ഥിയെ BJPക്ക് പാലക്കാട്ട് അക്കൗണ്ട് തുറക്കാൻ ഉള്ള അജണ്ടയുമായി വടകരയിലേക്ക് അയച്ച സ്ഥാനാർത്ഥിയെ സുരക്ഷിതമായിട്ട് വടകരക്കാർ തിരിച്ച് പാലക്കാട്ടെത്തിക്കും. എന്തായാലും മന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളിൽ ഉറച്ച നിൽക്കുകയാണ്. അതായത് ഒരു കോലീബി സഖ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ വടകരയിൽ ഒരു പാക്കേജാണ് നടന്നിട്ടുള്ളത്. ഒരു ആലപ്പുഴ വടകര കോലീബി സഖ്യം, അതായത് ബേപ്പൂർ വടകര കോലീബി സഖ്യത്തിൻ്റെയൊക്കെ സമാനമായ രീതിയിലുള്ള ഒരു കോലീബി സഖ്യം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18, പാലക്കാട്. Pratapan is dropped and Muralidharan has been shifted from Vadgara to Thrissur, and in Vadgara they have put up Shafi Parambil. This is the proof of not only tacit but straight understanding between LDF and UDF. UDF wants LDF to win in Vadagara, and that is why such understandings, LDF and UDF are partners in Tamil Nadu, are partners at all India level, are partners in Tripura, are partners in Bengal, partners everywhere. Only in Kerala they fight a mock battle.
Now people of Kerala have understood that the fight is not real, fight is not for people, fight is not for ideology, fight is for continuance of corruption and crime. And therefore, both are the same. Voting for LDF is voting for UDF. കെ മുരളീധരന്റെയും ടി എൻ പ്രതാപന്റെയും ഷാഫി പറമ്പലിന്റെയും ഒക്കെ മാറ്റം അത് വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടക്കുകയാണ്. അത് വടകരയും തൃശൂരും കടന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലം, ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇതിലേക്കൊക്കെ വ്യാപിക്കുകയാണ്. കോലീബി എന്ന പഴയ സഖ്യം അതിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ CPM ഇതിനെ. അതാണ് ഇന്ന് MP രാജേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചതും. കോൺഗ്രസ് ലീഗ് BJP സഖ്യം അതാണ് വടകരയിൽ കാണാൻ പോകുന്നത്. ഇതിന് പ്രത്യുപകാരം കിട്ടാൻ പോകുന്നത് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ BJP ആണ്, കോൺഗ്രസ് BJPയെ സഹായിക്കും. അതുപോലെ തന്നെ ആലപ്പുഴ കൂടി കോലീബി സഖ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്ന് MP രാജേഷ് പറയുന്നു. അവിടെയും പ്രത്യുപകാരം കിട്ടാൻ പോകുന്നത് BJPക്കാണ്. രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അത് KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജയിക്കുമ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അത് BJP അവിടെ സ്വന്തമാക്കും. ഇങ്ങനെയുള്ള ഒരു പാക്കേജാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് CPMന്റെ നിലപാട്. അതാണ് ഇന്ന് MP രാജേഷ് ഇന്ന് ന്യൂസ് 18 കേരളത്തോട് ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ വിനേഷ് കുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി VV വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. CV അനുമോദ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ. വിനേഷ്, ഇത് വ്യക്തമായിട്ട് തന്നെ രാജേഷ് പറയുന്നുണ്ടല്ലോ, ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ തന്നെ ഇതേക്കുറിച്ചുള്ള പല ചർച്ചകൾ വന്നിരുന്നു. അതിൽ രാജേഷിനെതിരെ ഒരു വിമർശനം ഉയർന്നത് സെൽഫ് ഗോൾ അടിക്കുകയാണ് രാജേഷ്. വടകരയിലും അതുപോലെ തന്നെ ആലപ്പുഴയിലും CPMന്റെ തോൽവി, LDFന്റെ തോൽവി സമ്മതിക്കുകയാണ് രാജേഷ് എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ട് മറുപടി നൽകുന്നുണ്ടോ രാജേഷ്? ആ ഒരു സെൽഫ് ഗോൾ ആരോപണത്തെ അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നത്? മഞ്ജുഷ്, അത് നമ്മൾ എടുത്തു ചോദിച്ചതാണ്. പക്ഷേ മന്ത്രി അതേക്കുറിച്ച് പറയുന്നത് ഷാഫിയെ വളരെ സുരക്ഷിതമായി തന്നെ പാലക്കാട്ട് എത്തിക്കും. അതിനുള്ള കാരണം എവിടെയാണ് ബൈ ഇലക്ഷൻ നടക്കുക, പാലക്കാടാണോ ബൈ ഇലക്ഷൻ നടക്കുക അതോ മട്ടന്നൂരാണോ എന്ന് ചോദിച്ചപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയെ സുരക്ഷിതമായി തന്നെ ഞങ്ങൾ പാലക്കാട് എത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി തന്നെ ഒരു വടകര ആലപ്പുഴ പാക്കേജാണ് ഇതിനടുത്ത് നടന്നിട്ടുള്ളത്. അതിൽ KC വേണുഗോപാലിനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലുമാണ് ഇതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ പാലക്കാട്, അതായത് ഷാഫി അവിടെ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ വരും. അന്നേരം BJPയെ സഹായിക്കാം, BJP സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിക്കും എന്നുള്ള ഒരു രഹസ്യ ഉടമ്പടിയാണ് ഈ കോലീബി സഖ്യത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് MP രാജേഷ് പറയുന്നത്. ഇത് കൃത്യമായി തന്നെ ഇതിൽ കഴിഞ്ഞ കാലങ്ങളിൽ അതുപോലെ തന്നെ 91-ൽ വടകരയിലും ബേപ്പൂരിലും നടന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു കോലീബി സഖ്യം തന്നെയാണ് ഇവിടെ ചർച്ചയായിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. ഇതിലും വലിയ സ്ഥാനാർത്ഥികളില്ലേ, ഷാഫിയേക്കാൾ വലിയ സ്ഥാനാർത്ഥി ഇല്ലേ പിന്നെ UDFലുണ്ട്, അവരെ എന്തുകൊണ്ട് വടകരയിൽ നിർത്തിയില്ല എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മന്ത്രി ചോദിക്കുന്നുണ്ട്. അതായത് താൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്, വളരെ കറക്റ്റായ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. യഥാർത്ഥത്തിൽ ഈ കോലീബി സഖ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഈ ഒരു അന്തർധാര സജീവമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി വിനേഷ്, VV വിനോദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഇത് ഇപ്പോൾ വലിയൊരു ആരോപണം, കോലീബി സഖ്യം എന്നും വാർത്തയിൽ കൊണ്ടുവരുവാനായിട്ട് LDF ശ്രമിക്കുന്നതാണ്. അത് ഇത്തവണ എത്രമാത്രം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും? രാജേഷ് മാത്രമല്ല, അല്പം മുമ്പ് മുഹമ്മദ് റിയാസും ഇതേ കാര്യം പറയുകയാണ്. ആലപ്പുഴയിലും ഇങ്ങനെയുണ്ട്. അത് KC വേണുഗോപാൽ വന്നത് BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ആലപ്പുഴയിൽ BJP KC വേണുഗോപാലിനെ സഹായിക്കും. ഇതൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നുണ്ട് LDFന്? മഞ്ജുഷ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അത്യന്തം നമുക്ക് പ്രവചനാതീതമായ അല്ലെങ്കിൽ കൗതുകകരമായ കാര്യങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. ഒരുപക്ഷെ K കരുണാകരൻ ഫാക്ടർ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാധ്യത പോലും കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശത്തോടുകൂടി അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നു. കരുണാകരന് വേണ്ടിയുള്ള പിടിവലി BJPയും കോൺഗ്രസും തമ്മിൽ നടത്തുന്നു. നരേന്ദ്രമോദിയുടെ ചിത്രത്തോടൊപ്പം K കരുണാകരന്റെ ചിത്രം പതിച്ച
ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർക്കപ്പെടുന്നു. യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങുന്നു. കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ BJPയിൽ വരുമായിരുന്നുവെന്ന് MD രമേശ് പറയുന്നു. കരുണാകരൻ പൊതുസ്വത്താണെന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നു. ഇങ്ങനെ വിലക്കയറ്റം, വന്യജീവി ആക്രമണം, സിദ്ധാർത്ഥന്റെ കൊലപാതകം, പല വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു തലത്തിലേക്ക് കേരള രാഷ്ട്രീയം മാറുന്നൊരു കാഴ്ച. അതിനിടയിലാണ് മനുഷ്യ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ കോലീബി സഖ്യം എന്ന ഒരു പതിവ് പ്രയോഗം അത് ഈ തിരഞ്ഞെടുപ്പിലും CPM LDF ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് വടകര ആലപ്പുഴ പാക്കേജാണെന്ന ആരോപണമാണ് മന്ത്രി MB രാജേഷ് ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ നിലയ്ക്ക് തന്നെയാണ്. പാലക്കാട് വളരെ ടൈറ്റ് മത്സരത്തിലൂടെ MLA ആയ ഒരാളെ അവിടെ BJP രണ്ടാമതെത്തിയതാണ്. അവിടെ CPMന് കൂടി ലഭിക്കേണ്ടിയിരുന്ന മതേതര വോട്ടുകൾ ലഭിച്ചാണ് ഷാഫി അവിടെ MLA ആകുന്നത്. അങ്ങനെ ഒരാളെ എന്തിന് വടകരയിലേക്ക് കൊണ്ടുവരണം? അവിടെ ഒരു സഖ്യമുണ്ട്. വടകരയിൽ ഷാഫിയെ ജയിപ്പിക്കുന്നു, BJPയുടെ വോട്ടും കൂടി ഷാഫിക്ക് നൽകുന്നു. തിരികെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ BJPയെ ജയിപ്പിക്കാനുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നു. മാത്രമല്ല ആലപ്പുഴയിലേക്ക് KC വേണുഗോപാൽ വരുമ്പോൾ അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാനിലെ രാജ്യസഭാംഗമാണ്. രാജസ്ഥാനിലുള്ള രാജ്യസഭാംഗമാണ്. കാലാവധിയുണ്ട്. അദ്ദേഹം ആലപ്പുഴയിൽ വരുമ്പോൾ അവിടെയും BJP കോൺഗ്രസിനെ സഹായിക്കുന്നു. രാജ്യസഭാംഗം ഇപ്പോഴത്തെ കക്ഷിനില വെച്ച് BJPക്ക് അവിടെ നിന്ന് ഒരു രാജ്യസഭാംഗത്തെ ലഭിക്കുന്നു. അങ്ങനെ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇങ്ങനെ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസും BJP പോകുന്നുവെന്ന ഗുരുതരമായ ആരോപണം CPM മന്ത്രിയുടെ ഇടതുമന്ത്രിയുടെ. ശരി വിനോദ്, ഇത് വരും ദിവസങ്ങളിലും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയത്ത് തന്നെയാണ് ദൃശ്യങ്ങളിൽ കണ്ടതാണ് കെ മുരളീധരൻ തൃശ്ശൂരിലെത്തി. ഉജ്ജ്വലമായ സ്വീകരണമാണ് കെ മുരളീധരന് തൃശ്ശൂരിൽ കിട്ടിയത്. TN പ്രതാപൻ തന്നെയാണ് മുന്നിൽ നിന്ന് കെ മുരളീധരനെ അങ്ങോട്ട് ആനയിക്കുന്നത്, തൃശ്ശൂരിലേക്ക് ആനയിക്കുന്നത് TN പ്രതാപനാണ്. ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയം മുമ്പാണ് കെ മുരളീധരൻ തൃശ്ശൂരിൽ എത്തിയത്. അദ്ദേഹത്തിന് നൽകിയ വരവേൽപ്പാണ്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണുന്നു. CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇതൊരു റോഡ് ഷോ ആയിട്ട് തന്നെയല്ലേ ക്രമീകരിച്ചിരിക്കുന്നത്? കെ മുരളീധരന് തൃശ്ശൂരിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇതുവരേക്കും DCC ഓഫീസിൽ എത്തിയിട്ടില്ല. അത്രയേറെ തിരക്കുണ്ട്. 1 മണിക്കൂറോളം സമയമായി റോഡ് ഷോ തുടങ്ങിയിട്ട് ഇപ്പോഴും തൃശ്ശൂർ റൗണ്ടിൽ എത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അതായത് അത്രയും അധികം കോൺഗ്രസ് പ്രവർത്തകർ മുരളീധരനെ ആവേശത്തോടെ തൃശ്ശൂരിലേക്ക് സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തന്നെ വലിയ ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു. അത് തൃശ്ശൂരിൽ കോൺഗ്രസ് നൽകുന്നത് പുതിയ ഒരു ഊർജ്ജമാണ്. മുൻപുണ്ടായിരുന്ന വിവാദങ്ങൾക്കൊക്കെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ മറുപടി കൊടുക്കാൻ കഴിയുന്നു എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ കെ മുരളീധരൻ നൽകുന്ന സ്വീകരണം അതിന് മറ്റൊരു തെളിവ് കൂടിയാണ്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത് ഒരു തരത്തിലും കോൺഗ്രസിനെ തൃശ്ശൂരിൽ ബാധിക്കുന്നതല്ല, മറിച്ച് അതിനെ ഗുണകരമാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ഈ ഒരു മെസ്സേജാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് കെ മുരളീധരന്റെ സാന്നിധ്യം നൽകുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അതിന്റെ ഒരു തെളിവായിട്ടാണ് കാണുന്നത്. ഇനി വരും ദിവസങ്ങളിലും സ്വാഭാവികമായിട്ടും മുൻപൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇവിടെ എത്തുമ്പോൾ കോൺഗ്രസിന്റെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഊർജിതമാണ് എന്ന സംശയം തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കെ മുരളീധരൻ വന്ന സാഹചര്യത്തിൽ അടിമുടി കോൺഗ്രസ് ഉണർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാനാകില്ല. മറുവശത്ത് NDAയും LDFും രണ്ടുപേരും മുൻ MP TN പ്രതാപനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തിയാണ് പ്രചരണം നടത്തിയിരുന്നതെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് സ്ട്രാറ്റജി മാറ്റേണ്ട സാഹചര്യമുണ്ട്. കെ മുരളീധരന്റെ വരവ് തൃശ്ശൂരിലെ എല്ലാ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. എന്നാണെങ്കിലും ഒരു മേൽക്കൈ ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലൂടെ UDFന് തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലെന്ന് നമുക്ക് പറയാതെ വയ്യ. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ക്യാമ്പയിൻ പുരോഗമിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഊർജ്ജം കോൺഗ്രസിന് ഈ ഒരു ഘട്ടത്തിൽ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെ വേണം കാണുവാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഷോ. ശരി അനുമോദ്, റോഡ് ഷോ തുടങ്ങി. കെ മുരളീധരന്റെ ആദ്യ റോഡ് ഷോ തൃശ്ശൂരിൽ തുടങ്ങി. ഇനി അങ്ങോട്ട് റോഡ് ഷോകളുടെ ഒരു പരമ്പര തന്നെയായിരിക്കും കെ മുരളീധരന് തൃശ്ശൂരിൽ ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറ്റിംഗ് MP ആയ TN പ്രതാപൻ തന്നെയാണ് മുന്നിൽ നിന്ന് സ്വീകരണം നൽകുവാനായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മോതിരക്കൈയുടെ പിന്തുണയാണ് തൃശ്ശൂരിൽ TN പ്രതാപനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കെ മുരളീധരന്. എന്തായാലും ആലപ്പുഴയും വടകരയും തൃശ്ശൂരും അതൊരു കോലീബി സഖ്യം എന്നുള്ള രീതിയിൽ, പാലക്കാട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോലീബി സഖ്യം എന്ന രീതിയിൽ ഇപ്പോൾ CPM ആരോപണം ഉന്നയിക്കുകയാണ്. അതാണ് മന്ത്രി MB രാജേഷിൽ നിന്ന് കേട്ടത്. ഇതേ കാര്യം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ആവർത്തിക്കുകയാണ്. റിയാസിന്റെ വാക്കുകളിലേക്ക്.
എന്നാൽ ഹിമാചൽ പ്രദേശിലെ 6 കോൺഗ്രസ് MLA-മാർ കൂറുമാറി അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ വഞ്ചിച്ച് അഭിഷേക് സിംഗ്വി എന്ന ദേശീയ നേതാവിനെ പരാജയപ്പെട്ടു. അത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ രാജ്യസഭാ അംഗമായ ഒരു വ്യക്തി UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആലപ്പുഴയിൽ മത്സരിക്കും. അദ്ദേഹം ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം രാജ്യസഭയിൽ രാജസ്ഥാനിൽ വിജയിക്കുമ്പോഴുള്ള നിയമസഭാ കക്ഷി നിലയല്ല ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോൾ BJP ആണ് അവിടെ ജയിക്കുക. അദ്ദേഹത്തിനാണ് ഇനി വർഷങ്ങൾ അവിടെ രാജ്യസഭയിൽ ബാക്കിയുണ്ട്. അപ്പം അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുക. ആലപ്പുഴയിൽ CPM പരാജയപ്പെട്ടാൽ പകരം വിജയിക്കുന്നത് രാജ്യസഭയിൽ BJP ആണ്. ഇത് ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടും. CPM-ന്റെയും LDF-ന്റെയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇപ്പോൾ റിയാസിന്റെയും MB രാജേഷിന്റെയും വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. BDJS ആണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ള പാർട്ടി. അതിൽ 4 സീറ്റുകളിൽ 2 സീറ്റുകളിൽ BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ചാലക്കുടിയിൽ KA ഉണ്ണികൃഷ്ണനെയാണ് BDJS നിർത്താൻ പോകുന്നത്. മാവേലിക്കരയിൽ ബൈജു കലാശാലയായിരിക്കും BDJS-ന്റെ സ്ഥാനാർത്ഥി. 2 സീറ്റുകൾ ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. കോട്ടയവും ഇടുക്കിയും. തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കേൾക്കാം. ഇന്ന് പ്രഖ്യാപിക്കുന്നത് മാവേലിക്കര നിയോജകമണ്ഡലത്തിൽ ബൈജു കലാശാലയാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹമാണ് ബൈജു കലാശാല. 2 ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ KA ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത്. റബ്ബർ ബോർഡിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. ബൈജു കലാശാല കഴിഞ്ഞ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതുകൂടാതെ അദ്ദേഹം മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ UDF-ന്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുകയും അന്ന് ഏതാണ്ട് 45,000-നടുത്ത് വോട്ട് നേടിയ ആളാണ്. മാവേലിക്കരക്കാരൻ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയ വോട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ഏതാണ്ട് NDA-യുടെ A ക്ലാസ് സീറ്റാണ്. അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി അവിടെ ജയിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ BDJS-ന്റെയും അതുപോലെ തന്നെ BJP-യുടെ നേതൃത്വം നടത്താൻ വേണ്ടിയുള്ള കഠിനമായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്ന സ്ഥലത്തും. ഉണ്ണികൃഷ്ണൻ അവിടെ 2 പ്രാവശ്യം ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുകയും അവിടുത്തെ അവിടെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അവിടെ പ്രത്യേകിച്ച് ചാലക്കുടിക്കാരനായിട്ടുള്ള അവിടുത്തെ നാട്ടുകാരനായിട്ട് അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള മത്സരം നടത്താൻ പറ്റും തരത്തിലുള്ള നമ്മുടെ BDJS-ന്റെയും അതുപോലെ തന്നെ BJP-യുടെ നേതൃത്വത്തിൽ ഞങ്ങൾ NDA-യുടെ എല്ലാ പ്രവർത്തകരും എല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ അവിടെയും പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചാലക്കുടിയിൽ KA ഉണ്ണികൃഷ്ണൻ, മാവേലിക്കരയിൽ ബൈജു കലാശാല, ഇവർ 2 പേരുമാണ് BDJS-ന്റെ സ്ഥാനാർത്ഥികൾ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, കോട്ടയത്തിന്റെ കാര്യത്തിൽ എന്താണ്? തുഷാർ വെള്ളാപ്പള്ളി തന്നെ കോട്ടയത്ത് മത്സരിക്കുമോ? ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയോ? പിന്നെയുള്ളത് ഇടുക്കിയാണല്ലോ. തീരുമാനം എന്തുകൊണ്ട് വൈകുന്നു? തീർച്ചയായും കൗതുകകരമായ ഒരു കാര്യമാണ് മഞ്ജുഷ. അത് എന്തുകൊണ്ട് തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇവിടെയുള്ള ബിഷപ്പുമാരുമായിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ നൽകുന്ന മറുപടി. മാത്യു സ്റ്റീഫൻ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള പേരുകളാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വൈസ് ചെയർമാൻ ഇടയ്ക്ക് ജോണി നെല്ലൂരിനൊപ്പം ഇന്ത്യൻ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ച് അല്പ ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആൾ, മുൻ ഉടുമ്പുചോല ഇടുക്കി MLA, അദ്ദേഹത്തെ അത് ഇടുക്കിയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. അതിനിടെയാണ് അതിലൊരു വെച്ചുമാറ്റം ഒരുപക്ഷെ ഉണ്ടാകുമോ എന്നുള്ള കൗതുകം അവിടെ ബാക്കിയായി നിൽക്കുന്നത്. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നുള്ള ഫലത്തിൽ ഒരു പെട്ടെന്ന് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തന്നെ ഇത് വെള്ളാപ്പള്ളിയുടെ സമ്മർദ്ദം മൂലമാണോ എന്ന ചോദ്യം അടക്കം മാധ്യമപ്രവർത്തകർ ഉയർത്തിയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം LDF-നെ സംബന്ധിച്ച് ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകുന്നത് താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തുഷാർ അതുകൊണ്ട് ഇടുക്കിയിലേക്ക് പോകുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ BDJS-ന്റെ കാര്യം BDJS തന്നെ തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇതിൽ 2 ദിവസത്തിനകം പ്രഖ്യാപനം എന്ന് തന്നെ പറയുന്നു. തുഷാറിന്റെ പേരിന് ഇപ്പോഴും മുൻഗണനയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും തീർച്ചയായും കോട്ടയത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി നിർണയമായിരിക്കും അക്കാര്യത്തിൽ ഉണ്ടാകുക.
ശരി 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 ഇത് രണ്ടിടങ്ങളിൽ മാത്രമേ BDJ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. മാവേലിക്കരയിലും ചാലക്കുടിയിലും ഇടുക്കിയും കോട്ടയവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയമാണ്. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ വന്നിരുന്നത്. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല. പക്ഷേ കോട്ടയത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങുന്നു ഓരോരുത്തരായിട്ട്. കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയും പ്രചാരണം തുടങ്ങുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാനെത്തി ഇന്ന് കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയും. രണ്ടുപേരുടെയും വാക്കുകളിലേക്ക്. എന്നെ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. ഒരു KSU പ്രവർത്തകനായി ഉമ്മൻചാണ്ടിയോടൊപ്പം ദീർഘകാലം പതിറ്റാണ്ടുകൾ KSUവിൽ പ്രവർത്തിക്കുമ്പോൾ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുമ്പോൾ, KPCC സെക്രട്ടറി ആയിരിക്കുമ്പോൾ, അതുപോലെ കോട്ടയം DCC പ്രസിഡൻ്റായി, കോട്ടയം പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി, കോട്ടയത്തെ UDF കൺവീനറായി, ഈ കാലഘട്ടമെല്ലാം എന്നെ ഈ സ്ഥാനങ്ങളിൽ നിയോഗിക്കുകയും എൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് ഒരു ഗുരുനാഥനായി എന്നെ കൈപിടിച്ച് നടത്തുകയും ചെയ്തത് ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആദ്യം അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമില്ല. ആ കുഴിമാടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പൂക്കൾ അർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത്. പത്തനംതിട്ട UDFന് ഉജ്ജ്വലമായൊരു വിജയം ഇത്തവണയുണ്ടാകും. കാരണം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്നാണ് ഞാൻ പ്രവർത്തിച്ചത്. എനിക്കവിടെ ഓരോ തെരഞ്ഞെടുപ്പിലും അവിടുത്തെ സാധാരണ ജനങ്ങളും കൃഷിക്കാരും പാവപ്പെട്ട ആളുകളുമാണ് എന്നോടൊപ്പം ഉള്ളത്. അവരിത്തവണയും വളരെ ശക്തമായി തന്നെ ആ പിന്തുണ എനിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പത്തനംതിട്ട വലിയൊരു വിജയമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ സാറിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടും അനുസ്മരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഉമ്മൻചാണ്ടി സാർ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങളെ നയിക്കുന്നത്, ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ മുന്നിലുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരം നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പോലും ആത്മാവ് ഞങ്ങളോടൊപ്പമുണ്ട്. കേരളത്തിൽ മത്സരിക്കുന്ന 20 UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ട്. പ്രത്യേകിച്ചും എന്നെ പോലെയുള്ള അദ്ദേഹത്തെ ജീവന തുല്യം സ്നേഹിച്ച, അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളെയൊക്കെ ഈ രീതിയിൽ വളർത്തിയ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ ഓർമ്മിക്കാതെ, അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിക്കാതെ ഒരു മിനിറ്റ് പോലും സ്ഥാനാർത്ഥി എന്ന നിലയിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന നിലയിലോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ആത്മബന്ധവും ഹൃദയബന്ധവുമാണ് അദ്ദേഹവുമായി ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. പകൽ വാർത്തയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അഭിപ്രായ സർവേയുമായി ന്യൂസ് 18 നെറ്റ്വർക്ക്. 21 സംസ്ഥാനങ്ങൾ, 518 ലോക്സഭാ മണ്ഡലങ്ങൾ, 1,08,780 ജനങ്ങളുടെ മറുപടി, 20 ചാനലുകൾ, 15 ഭാഷകൾ, ഒരു തെരഞ്ഞെടുപ്പ്. ഏറ്റവും വിപുലമായ സമഗ്രമായ മറ്റൊന്നില്ല. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഉടൻ ന്യൂസ് 18 നെറ്റ്വർക്കിൽ മാത്രം. പ്രായം കൂടുന്നു. പ്രിയ ബിജു, അർച്ചന രാജ്കുമാർ എന്നീ വനിതകളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. രശ്മി തലനാട് സ്വാഗതവും സൂര്യ നന്ദിയും പറഞ്ഞു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ വിമർശനമുന്നയിച്ച RJD. സിദ്ധാർത്ഥന്റെ മരണം മനസ്സാക്ഷിക്ക് ആഘാതമേൽപ്പിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും വിദ്യാർത്ഥി സംഘടനകൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്നും RJD. വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിൽ 5 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്.
സിൻജോ, കാശിനാഥൻ, അമീൻ അക്ബർ, അലി, അരുൺ, അമൽ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക. ഇവരാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു. സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് നേരിൽ കണ്ടുവെന്ന് ഇടുക്കി സ്വദേശിയായ അക്ഷയ് മൊഴി നൽകി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള നിരാഹാരം തുടരുന്നു. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ നിരാഹാരം 6ാം ദിവസത്തിൽ. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഉത്സവത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചു. കുമളി അട്ടപ്പള്ളം സ്വദേശി ജിത്തു ആണ് മരിച്ചത്. മേളത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടയിലാണ് പകൽ വാർത്ത തുടരുന്നു. കെ മുരളീധരൻ തൃശൂരിൽ റോഡ് ഷോ നടത്തുകയാണ്. അല്പസമയം മുമ്പാണ് തൃശൂരിൽ കെ മുരളീധരൻ എത്തിയത്. ഇന്ന് BJP നേതാക്കളുടെ പ്രതികരണം വന്നിരുന്നു. കെ കരുണാകരൻ പൊതുസ്വത്താണ്, അതുകൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരന്റെ ചിത്രം BJP നേതാക്കൾക്കൊപ്പം വയ്ക്കുന്നതിൽ തെറ്റില്ല എന്നും പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നതോടെ കെ കരുണാകരന്റെ ലെഗസി അത് BJPക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നാണ് മുതിർന്ന നേതാക്കൾ പോലും പറയുന്നത്. ഇതിന് കെ മുരളീധരൻ മറുപടി പറയുകയുണ്ടായി. ന്യൂസ് 18 കേരളവുമായി കെ മുരളീധരൻ സംസാരിച്ചു. അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കെ മുരളീധരന്റെ റോഡ് ഷോ ഇതാ DCCയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവേശോജ്വലമായ റോഡ് ഷോയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. എങ്ങനെയുണ്ട് സ്വീകരണം? ഇത് വളരെ ഞങ്ങളുടെ ശിവാദി വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ഇവിടെ ജയിക്കും. വലിയൊരു സന്ദേശമാണല്ലോ അത്. തീർച്ചയായിട്ടും വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടമാണ്. ഇതിൽ ഞങ്ങൾക്ക് 100% വിജയം ഉണ്ടാവും. അതേസമയം തന്നെ കെ കരുണാകരന്റെ ലെഗസിയെ കുറിച്ചാണ് BJP പറയുന്നത്. അത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്നാണ് പറയുന്നത്. എന്താണ് പ്രതികരണം? ഈ BJPക്കാർക്ക് ഇത് പറയാൻ നാണില്ലാതെ വയ്ക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ 1-ാം തീയതി തൊഴുകാൻ വന്ന കെ കരുണാകരനെ നിലയ്ക്കലൊരു കുരിശ് കണ്ടു എന്നുള്ളതിന്റെ പേരിൽ അമ്പലത്തിൽ തടഞ്ഞവരാണ് ഇവർ. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അന്നേ കെ കരുണാകരന്റെ ശത്രുക്കളാണ് BJPക്കാർ. അവരിന്ന് പുതിയ വേഷം കെട്ടി വരണ്ട. ഈ മണ്ണ് ചെലവാകും. അതേപോലെ തന്നെ വടകരയിൽ കോലീബി സഖ്യമെന്നാണ് ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. അതിനെങ്ങനെ കാണുന്നു? വടകരയിലെ BJP CPM സഖ്യത്തിന്റെ ഉദാഹരണമാണ് ദുർബൽ നായർ BJP സ്ഥാനാർത്ഥി. അതിനെ ഷാഫിയിലൂടെ ഞങ്ങൾ മറുപടി കൊടുക്കും. ആത്മവിശ്വാസത്തോടെ തുടങ്ങാം. ആത്മവിശ്വാസത്തോടെ തന്നെ പ്രചരണം തുടങ്ങിയിരിക്കാൻ കെ മുരളീധരൻ സാധിച്ചിട്ടുണ്ട്. ഇത് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. ഒപ്പം തന്നെ BJPക്കും ഇടതുപക്ഷത്തിനും വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞു. KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഈരാറ്റുപേട്ടയിൽ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം, അതിനെതിരെ സമസ്ത രംഗത്തെത്തിയിരിക്കുകയാണ്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം സംഘപരിവാറിന്റെ രീതിയായി പോയി എന്നാണ് സമസ്തയുടെ വിമർശനം. പ്രശ്നങ്ങളിൽ മതനിറം നോക്കി ഇടപെടുന്ന വർഗീയവാദികളുടെ രീതിയിലേക്ക് മുഖ്യമന്ത്രി തരം താഴാൻ പാടില്ലായിരുന്നുവെന്ന് സമസ്ത പറയുന്നു. ആരുടെ കയ്യടി തേടാൻ, ആരെ സുഖിപ്പിക്കാനാണ് മുഖ്യമന്ത്രി വാസ്തവമല്ലാത്ത കാര്യം ആരോപിച്ചതെന്നും സമസ്ത മുഖപത്രം എഡിറ്റോറിയലിലൂടെ ചോദിക്കുകയാണ്. എന്നാൽ ഇതേക്കുറിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിശദീകരണം നൽകുകയായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഏതെങ്കിലും മതവിഭാഗത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് സർക്കാരിനില്ല. അങ്ങനെ ഒരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല. ഏതെങ്കിലും മതവിഭാഗത്തെ മോശപ്പെടുത്തുന്ന നിലപാടല്ല മുഖ്യമന്ത്രിയുടേതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. റിയാസിന്റെ പ്രതികരണത്തിലേക്ക്. ഒരു പ്രത്യേക മതവിഭാഗത്തെ മോശപ്പെടുത്തുന്ന ഒരു നിലപാടല്ല മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ LDFനോ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ ഇത്തിരി എരിവും പൊടിയും കൂട്ടി പോകാൻ വേണ്ടിയിട്ടായിരിക്കാം UDF ഈ വിഷയം ചില നിലയിൽ എടുത്തത്. സുപ്രഭാതത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, എന്താണ് അതിൻ്റെ കാര്യം വന്നത് ഞാൻ വായിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഫേസ് ടു ഫേസ് പരിപാടിയിലാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഈരാറ്റുപേട്ടയിൽ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ എല്ലാം അത് യഥാർത്ഥ പ്രതികൾ തന്നെയാണെന്നും മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. ഇതിനെതിരെയായിരുന്നു ഇപ്പോൾ സമസ്ത മുഖപ്രസംഗം എഴുതിയത്. പ്രധാനമന്ത്രിയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പര്യടനം തുടരുകയാണ്. അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനത്തിൽ ഒരുക്കിയ സഫാരിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി അവിടുത്തെ വനിതാ ഫോറസ്റ്റ് ഗാർഡുമാരുടെ സംഘമായ വനദുർഗയുമായി സംസാരിച്ചു. തുടർന്ന് ജോർഹട്ടിൽ നിർമ്മിച്ച അസം ജനറൽ ലാചിത് ബോർഫുഖാന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. തുടർന്ന് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലെത്തിയ പ്രധാനമന്ത്രി 55,600 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഭാരത് പദ്ധതിയിൽ
പങ്കെടുക്കുന്നതിനിടെ കോൺഗ്രസിനെ പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. അതിർത്തി സംസ്ഥാനങ്ങളെ കോൺഗ്രസ് സർക്കാരുകൾ അവഗണിച്ചിരുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇല്ലാത്ത വെല്ലുവിളിയാണ് ഇന്ത്യയിൽ ജനാധിപത്യം നേരിടുന്നതെന്ന് പ്രശാന്ത് ഭൂഷൺ. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും ന്യൂനപക്ഷങ്ങളെ രണ്ടാം പൗരന്മാരായി തരം താഴ്ത്തുകയും ചെയ്യുകയാണ്. ബിജെപിയുടെ ഭാഗമാകുന്ന ജഡ്ജിമാർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നുവെന്നും പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിൽ DMKയുമായി നടത്തിയ ചർച്ചയിൽ രാജ്യസഭാ സീറ്റ് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. 2025 ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റാണ് നൽകുക. DMK സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്കായി കമൽഹാസൻ ഉൾപ്പെടെ MNM നേതാക്കൾ പ്രചാരണത്തിനിറങ്ങും. കേരള സർവകലാശാല യുവജനോത്സവത്തിനിടെ മത്സരാർത്ഥികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ജഡ്ജസിനെ കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് ഇങ്ങനെയൊരു നടപടി. ജോമറ്റ് എന്ന പരിശീലകയും മറ്റ് 2 പേരുമാണ് കസ്റ്റഡിയിലുള്ളത്. ഇവർ കൈക്കൂലി വാങ്ങിയതിന് തെളിവുണ്ടെന്ന് സർവകലാശാല യൂണിയൻ പറഞ്ഞു. എന്നാൽ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നാണ് കസ്റ്റഡിയിലുള്ളവർ പറഞ്ഞത്. വലിയ ആരോപണമാണ് ഇതേക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. ജോമറ്റാണ് നിങ്ങൾ പൈസ കൈക്കൂലി വാങ്ങിയായിരുന്നോ? ഞാനെന്റെ ജോമറ്റ്. പിന്നെ നിങ്ങൾ ഞങ്ങൾ ആരും വാങ്ങിയിട്ടില്ല. ഒരു സംഭവം ഇല്ല. ഇത് ചുമ്മാതെ ഞങ്ങളെ ബലിയാടാക്കുവാണ്. ഇത് നന്നായിട്ട് അന്വേഷിക്കണം. ഇത് ബലിയാടാക്കുവാണ് തീർച്ചയായും. വഴി കൂടെ പോയി ഞങ്ങളെ പിടിച്ച് വെറുതെ പാനൽ കൊടുത്തയാരാണെന്ന് കമ്മിറ്റിക്കാർക്ക് അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് വ്യക്തമായിട്ട് ഒരു തെളിവില്ല. ആക്ച്വലി മാർക്കും കളിക്കാണ്. ഞാൻ മാർക്കും കളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. കസ്റ്റഡിയിലായ ജഡ്ജസിന്റെ പ്രതികരണമാണ് കേട്ടത്. അവർക്ക് പക്ഷേ കൈക്കൂലിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. മാർഗം കളി മത്സരത്തിലെ ജഡ്ജസിനെതിരെയാണ് കൈക്കൂലി ആരോപണം വന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കസ്റ്റഡിയിലായ ജഡ്ജ് പറയുന്നത് താൻ മാർഗം കളിയുടെ ജഡ്ജ് അല്ല എന്നാണ്. എന്തൊക്കെയോ ദുരൂഹത ഇക്കാര്യത്തിൽ നിലനിൽക്കുകയാണ്. ശക്തമായ പ്രതിഷേധം അവിടെ വിദ്യാർത്ഥി ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രക്ഷിതാക്കളും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ജഡ്ജസിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പോലീസ്. കോഴിക്കോട് വനമന്ത്രി AK ശശീന്ദ്രന് നേരെ കരിങ്കോടി പ്രതിഷേധം. കൂരാച്ചുണ്ടിലായിരുന്നു ഇങ്ങനെയൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നടത്തിയത്. കാട്ടുപോത്ത് ആക്രമണത്തിൽ മരിച്ച എബ്രഹാമിന്റെ വീട് സന്ദർശിച്ച് മടങ്ങിയവയാണ് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. കാട്ടുപോത്തിനെ വെടിവെക്കുന്നതിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയിൽ പ്രതിഷേധിച്ചാണ് വനം മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. വനം മന്ത്രിയെ വഴിയിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. ജിത്തുവിന് കുത്തേറ്റത്. വണ്ടിപ്പെരിയാർ സ്വദേശി രാജയെ കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. ആതിരപ്പള്ളി ആദിവാസി കോളനിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 3 പേർ ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് പരാതി. ഒപ്പമുണ്ടായിരുന്ന 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവശയായ പെൺകുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിലെ ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. ശാസ്താംപൂവം കോളനിക്ക് സമീപം ഉൾവനത്തിൽ പോലീസ് വനംവകുപ്പ് വിഭാഗങ്ങളുടെ സംയുക്ത ഓപ്പറേഷൻ നടക്കുകയാണ്. അടിയന്തര സാഹചര്യം നേരിടാൻ മെഡിക്കൽ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വനമേഖലയെ 7ആയി തിരിച്ചാണ് പരിശോധന. ഈ മാസം 2-ാം തീയതിയാണ് കുട്ടികളെ കാണാതായത്. മഴയെ തുടർന്ന് പാറ ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. പത്തനംതിട്ട ആങ്ങമൂടി സ്വദേശിനി പത്മകുമാരിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. കനത്ത മഴയിൽ അടുക്കളയുടെ മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ പത്മകുമാരിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ പെരുമ്പിലാവ് പൊറവൂരിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. പാണഞ്ചേരി പരമേശ്വരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. അമ്പലത്തിലേക്ക് എഴുന്നള്ളിപ്പ് കൊണ്ടുവരുന്നതിനിടെ ഇടഞ്ഞ കൊമ്പൻ സമീപത്തെ പറമ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് ഏറെ നേരം പറമ്പിൽ നിലയുറപ്പിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡ് എത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് തളച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി. കാസിരംഗ ദേശീയ ഉദ്യാനത്തിൽ സഫാരി നടത്തിയ ശേഷം ജോർഹട്ടിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി അസം
ജനറലായിരുന്ന ലാച്ചിത് ബോർഫുഖാന്റെ 125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യും. തുടർന്ന് 12,000 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അരുണാചൽ പ്രദേശിലേക്ക് പോകും. തവാങ്ങിലേക്കുള്ള തുരങ്കപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയെ മാറ്റാൻ കഴിവുള്ള 20 വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ചേഞ്ച് മേക്കർ ഓഫ് ഇന്ത്യ അവാർഡ് ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരത്തിന് സമ്മാനിച്ചു. 5 സംസ്ഥാനങ്ങളിലായി 100ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ട് ചിത്രശലഭം എന്ന പദ്ധതിയിലൂടെ സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകിയതാണ് ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരത്തിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ബോളിവുഡ് നടൻ സുനിൽ ഷെട്ടിയും സൂപ്പർ 30 ഫെയിം ആനന്ദ് കുമാറും ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത്. സാമൂഹിക ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഫൗണ്ടേഷനും നെറ്റ്വർക്ക് 18 സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ജയന്തി റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വനിതാ ദിനം ആചരിച്ചു. തങ്കമണി അമ്മ അധ്യക്ഷത വഹിച്ച യോഗം ഐറിസ് ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വീണ വി നായർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ലൈല ബാബു, ഡോക്ടർ രാജേശ്വരി ശശികുമാർ, ബേബി അശോക് കുമാർ, അനിത അനിൽകുമാർ, ജയശ്രീ, സജിത, മോഹൻകുമാർ, പ്രിയ ബിജു, അർച്ചന രാജ്കുമാർ എന്നീ വനിതകളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. രശ്മി തലനാട് സ്വാഗതവും സൂര്യ നന്ദിയും പറഞ്ഞു.